നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസം 21 മുതൽക്ക് 27 വരെ, അതായത് ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിയസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേര്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, പുരുരുട്ടാതിയുടെ ആദ്യപാദം. ഈ നക്ഷത്രക്കാർക്കാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. ഗ്രഹസ്ഥിതി അനുസരിച്ച് 11-ലാണ് ശുക്രനും സൂര്യനും കുജനും വരുന്നത്. 5-ൽ വ്യാഴമാണ്. ലഗ്നത്തിൽ രാഹുവും 2-ൽ ശനിയും ഒക്കെയാണ് അവരുടെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധിച്ച് നെറ്റ്വർക്ക് ബിസിനസ് നടത്തുന്നവർക്ക് അഥവാ അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ ഉള്ള ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത അവർ ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ് ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾക്കും പ്രൊജക്റ്റുകൾക്കും ഒക്കെ ഉയർച്ച കാണാവുന്നതാണ്. പ്രമോഷണൽ വർക്കുകൾ ഉള്ളവർക്കും അത് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷത്തെ ധനസംബന്ധമായിട്ട് അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. വലിയ വരുമാനം, ഇൻകം, പ്രോഫിറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ജോലിക്കാർക്കാണെങ്കിൽ ബോണസും മറ്റുമൊക്കെ കിട്ടും. അത് പഴുതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാലം അവർക്ക് ധനപരമായിട്ട് അനുകൂലമാണ് എന്നർത്ഥം. ആരോഗ്യം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള വളരെ മൈനറായിട്ടുള്ള കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതല്ലാതെ പൊതുവെ ആരോഗ്യം അവർക്ക് മെച്ചപ്പെട്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ തന്നെ നടന്നേക്കാവുന്ന ചില വിവാഹം, അതുപോലെ മറ്റ് സെലിബ്രേഷൻസിലൊക്കെ അവർക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യമുണ്ടാകും. അഥവാ അങ്ങനെയുള്ളത് കുടുംബത്തിൽ സംഭവിക്കും എന്നർത്ഥം. അതുപോലെ സൗഹൃദങ്ങൾ മെച്ചപ്പെടുകയും അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു സൗഹൃദ വലയം വിപുലപ്പെടുകയും ഒക്കെ നടക്കുന്ന കാലവുമാണ്. ഇവർക്ക് ഈ ആഴ്ച പറയാവുന്ന പരിഹാരം രാഹു ശാന്തിയാണ്. ലഗ്നത്തിൽ രാഹുവാണ്. അതുകൊണ്ട് രാഹു ശാന്തി നടത്തുന്നത് നല്ലതാണ്. അതുപോലെ സർപ്പക്ഷേത്രത്തിൽ, നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ യഥാശക്തി ഉള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്.